എന്നുവെച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിക്കുക ഇതുവരേക്കായിട്ട് ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല ഈ കേസ്. പക്ഷേ ഈ കേസ് എൻ്റെ പേര് ചാനലിൽ വലിച്ചിട്ടുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. ആര്യ രാജേന്ദ്രൻ നേമത്തെ ഇലക്ഷൻ ഇവിടെ വോട്ട് ചോദിച്ച് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അവന് ഇപ്പോഴും പണി എന്താണ്, അവൻ വന്നിട്ട് മണൽ കച്ചവടവും മറ്റേ അതോ ലോകവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പാർട്ടി ബേസിൽ ഞാൻ ഇറങ്ങി തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിക്കും. എന്നുവെച്ചാൽ എനിക്കൊന്നും നശിക്കാനില്ല, എനിക്കൊന്നും നശിപ്പിക്കില്ലേ. ഇവരെന്നെ കൊല്ലുന്നതിന് ഇവർ വരണ ഉത്തരവാദി. ഞാനെ കണ്ടതാണ്, ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ പേപ്പറും ജനാധിപത്യമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ പാർട്ടി ഭരിക്കുന്നു, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ് എന്നെ ഈ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് സാറ് അതിന് കൂട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗണേഷ് കുമാർ സാർ അല്ലെങ്കിൽ സഹോദരൻ റിമാൻഡിലാവുമെന്നും മേയറിന് അറിയായിരുന്നു. അത് ഉറപ്പാണല്ലോ, ഉറപ്പാണ്. വണ്ടി സീബ്ര ക്രോസിൽ കൊണ്ടിട്ടിട്ട് മേയറായാലും ആരായാലും ഇത് അപ്പം 4 മാസം കഴിഞ്ഞല്ലേ? 4 മാസം കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് ഇതിനെ തുടർന്ന് ഒരു ഒന്നും ഉണ്ടായില്ല. കേസ് വിളിച്ചെന്നൊക്കെ അറിഞ്ഞു. എന്തായി കേസ്? കോടതിയിൽ കഴിഞ്ഞ മാസം 19-ാം തീയതി വിളിച്ചു, പിന്നെ മാറ്റി വെച്ച് കൊണ്ടുപോവുകയാണ് കേസ്. മാറ്റി വെച്ചതിന്റെ റീസൺ എന്തെങ്കിലും പറഞ്ഞു? അവരെന്തുകൊണ്ടാണ് മാറ്റി വെച്ചത്? അല്ല, ഒന്നും പറഞ്ഞില്ല. അത് വക്കീലിനെ അറിയാവുള്ളൂ. വക്കീൽ പറഞ്ഞ് മാറ്റി വെച്ച് അടുത്ത ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. അഡ്വാൻസ് ഇട്ടാലേ നമുക്ക് ഈ മാറ്റി വെച്ച് പോണതിനെക്കാട്ടി അഡ്വാൻസ് ഇട്ടാലേ പറ്റുള്ളൂ കേസുകളെ. അപ്പം ഇങ്ങനെ മാറ്റി വെച്ച് പോകുന്നതോറും നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ. 4 മാസമായി. അവരിതാ ഇന്നലെ ആ പാപ്പനംകോട് വഴി സച്ചിൻ ദേവ് ആ കാറിൽ തന്നെ പോകുന്നുണ്ട്. സച്ചിൻ ദേവ് ഇന്നലെ പാപ്പനംകോട് വഴി ആ തമലത്തുനിന്ന് വന്ന് പാപ്പനംകോട് വഴി ഇന്നലെയും കാറിൽ പോകുന്നുണ്ട്. അവർക്ക് കാറിൽ പോകുന്നു. തെറ്റ് ചെയ്ത് ഈ ശിക്ഷ അനുഭവിക്കേണ്ട ആൾക്കാരെല്ലാം കാറിൽ പോകുന്നുണ്ട്. പദവിയും പണവും ഉണ്ടല്ലോ, അവർ ജോലി ചെയ്യുന്നുണ്ട്, പൈസയുണ്ട്. ഇപ്പം നമ്മൾ 5 മാസമായിട്ട് എന്തായെന്നോ ഏതായെന്നോ മന്ത്രിമാരോ അവരാരും തിരക്കിയിട്ടില്ല. ആദ്യത്തെ ഒരു ചൂടൊന്നും ഹൈക്കോടതി തള്ളിപ്പോയല്ലോ. ഏത് ഫോൺ വിളിച്ചു, 1 മണിക്കൂർ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞത് തള്ളിപ്പോയല്ലോ. അത് തള്ളിപ്പോയി. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ഈ നമ്മുടെ ഗണേഷ് കുമാർ സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറയുമ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ സംസാരിച്ചത്. ഈ എൻ്റെ മോന് വയ്യാതെ ഇപ്പോൾ കൈ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വയ്യാതെ അവന് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരണമുണ്ട്. അമ്മയും അച്ഛനും മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും. പിന്നെ എൻ്റെ ചേച്ചിമാർ വലിയമ്മ കുഞ്ഞമ്മ മക്കളൊക്കെ ഇവിടെ വരണം, അവരെ വിളിച്ച് ചോദിക്കും. അങ്ങനെ ചോദിച്ചത് വണ്ടി വയറ്റിലെ അബ്ബിൽ വന്നപ്പം ഹോൾഡായപ്പം, വണ്ടി ഓട്ടത്തിലല്ല ഹോൾഡ് ആയിരിക്കുമ്പോൾ മാത്രമാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം ഗണേഷ് കുമാർ സാറിൻ്റെയും അന്നത്തെ ദിവസം പോലീസുകാരായാലും അന്നത്തെ ദിവസം KSRTC ജോലി ചെയ്തവരെ എല്ലാവരെയും കോൾ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കുള്ളൂ. സദാസമയം ഫോൺ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾ കയ്യിലെടുത്ത് സംസാരിക്കണവരെ അടുത്തത് എന്താണ് ഇവർ ചെയ്യുന്നത്? ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ കാറുകാരും ഓരോ വണ്ടി ലോറി ഓടിക്കണമാരും ഒറ്റ കൈ കൊണ്ട് ഫോൺ കയ്യിൽ ഉപയോഗിച്ചാണ്. ഞാൻ പൊതുവേ എൻ്റെ ഹെഡ്സെറ്റ് എപ്പോഴും കാണും. ഞാൻ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് സംസാരിക്കില്ലെന്ന് പറയുന്നില്ല. പക്ഷെ വണ്ടി നിൽക്കുമ്പോൾ മാത്രമാണ്, വണ്ടി ഓട്ടത്തിൽ ഞാൻ സംസാരിക്കില്ല കേട്ടോ. അതല്ലാതെ പിന്നെ ഹൈക്കോടതി വിധിയുണ്ട്. അതായത് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആർ യൂസിങ്ങിന് ട്രാഫിക് വയലേഷൻ എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതായത് കയ്യിലെടുത്ത് വെച്ച് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അത് ട്രാഫിക് വയലേഷനാണ്. അപ്പോൾ ശ്രദ്ധ പോവല്ലേ, സ്റ്റിയറിങ്ങും ഗിയറിലും ഇരിക്കേണ്ടത് ഒരു കൈ പോകുമ്പോൾ. നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് അത്യാവശ്യം കോൾ എടുത്ത് സംസാരിക്കണത് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ പോലും ഞാൻ വണ്ടി ഓടിക്കാത്ത എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ കോൾ പോലും ബ്ലോക്കിലോ സിഗ്നലിലോ വരുമ്പോഴത്തേക്ക് കോൾ എടുക്കണമല്ലാതെ ഞാൻ വണ്ടി റണ്ണിങ്ങിലാകുമ്പോൾ കോൾ എടുക്കൂല. പിന്നെ 1 മണിക്കൂർ സംസാരിച്ചങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്തെടുക്കാനാണ് എന്നെ ഈ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് സാറ് അതിന് കൂട്ട് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗണേഷ് കുമാർ സാർ അല്ലെങ്കിൽ അത് തള്ളിപ്പോയി. എന്തുകൊണ്ട് എന്നെ ജോലിയിലെടുക്കാത്ത? ഇത് തെറ്റിയതൊരു ജോലി ചെയ്യല്ലേ. മേയർ ജോലി ചെയ്യുന്നുണ്ട്, MLA ജോലി ചെയ്യുന്നുണ്ട്. അന്ന് നിങ്ങൾ ഇതുപോലൊരു കംപ്ലൈന്റ് ഗണേഷ് കുമാറിനെ കണ്ട് കൊടുത്തല്ലോ, ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞത്. ഈ ഒരു യദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരുമല്ല, ഒന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്കാണ് പറ്റിയ അബദ്ധം. ഒരാൾക്ക് ഇങ്ങനെ പ്രശ്നം പറ്റിയല്ലോ. അതിപ്പം മന്ത്രിമാർക്കും ഒന്നുമില്ല. പക്ഷേ ഇലക്ഷന് എല്ലാവരും കൂടെ ഇങ്ങ് വരുമല്ലോ, ഇലക്ഷന് വോട്ട് ചോദിക്കാൻ വരുമല്ലോ. അപ്പോഴും നമ്മൾ തീരുമാനിക്കും. അതായത് ഞാൻ പറയണത് ഇന്ന് എനിക്കുണ്ടായി, നാളെ മറ്റുള്ള ജനങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ജനങ്ങൾ പ്രതികരിക്കണമെന്നാണ്. എൻ്റെ കാര്യം വിട്, നാളെ എന്നെ പോലെ തന്നെ അവർക്കും സംഭവിക്കുക. പ്രതികരിച്ചു പോയി ഞാൻ. എന്തെന്ന് വെച്ചാൽ നമ്മളെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് പ്രതികരിക്കും. സ്വാഭാവികമായിട്ട് നമ്മളെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. അതിപ്പം ആരെന്നോ എന്താണെന്നോ നോക്കണ്ട. നമ്മൾ വോട്ടിട്ട് ജയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ
പണ്ടുള്ള ആൾക്കാർ പറഞ്ഞല്ലേ, നമ്മൾ രാജാവാണ്, നമ്മുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവർ നമ്മളെ ഒരുമാതിരി അടിച്ച് തവിട്ടി താത്താണ് സംസാരിക്കണത്. എന്നെ എന്തെല്ലാം പറഞ്ഞു, എന്നെ പെണ്ണ് വിജയം പെണ്ണ് പിടിയേ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇന്നേ വരെ ഈ മേയറോ കൂട്ടരോ എങ്ങനെയുള്ള ആൾക്കാരാണെന്നോ അവരെ എങ്ങനെയാണെന്നോ ഞാൻ ഒന്നും പറയാൻ പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ പഠിപ്പിച്ചു പോയിട്ടില്ല. ഞാൻ പോയിട്ടില്ല. എന്താണെന്ന് ചകഞ്ഞ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ സമയം കാണുള്ളൂ. എനിക്ക് ചകയാൻ വേണ്ടിയിട്ട് ആളുകളും ഉണ്ട്, ചകയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളും ഉണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ജോലി നശിപ്പിച്ച്, പക്ഷേ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവം എന്തായാലും എത്ര കളിച്ചാലും സത്യം പുറത്ത് വരും, സത്യം പുറത്ത് വരിക തന്നെ ചെയ്യും. പിന്നെ ഇതിൻ്റെയൊക്കെ തിരിച്ചടി കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ഇങ്ങോട്ട് വന്നാൽ വിടുകയില്ല. എന്നെ ഇങ്ങനെ ദ്രോഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാം അങ്ങനെയാണ്. അതേപോലെ എന്നെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ അതേപോലെ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ആരെയും ഇച്ചി പോകുന്ന ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല, മോശം പറയാനോ പോയിട്ടില്ല, ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല, ആരെയും ജോലി നശിപ്പിക്കാൻ പോയിട്ടില്ല. പക്ഷെ എൻ്റെ ജോലി നശിപ്പിച്ചതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. മന്ത്രി പോലും അവരെ സൈഡാണ് നിന്നത്, നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രി. നമ്മുടെ എല്ലാ ജനങ്ങളെ സൈഡാണ് നിൽക്കുന്നത്, ജനങ്ങളെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ ആദ്യമൊക്കെ സാറിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച്, യദുവിൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ച്. പിന്നെ രണ്ടാമതൊരു നടി വന്നപ്പോൾ അത് യദുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് പറഞ്ഞ് യദു ഫോണിൽ സംസാരിച്ചെന്ന് പറഞ്ഞു. ഇത് ഓരോന്നോരോന്നായിട്ട് പൊളിഞ്ഞു പോയപ്പോഴത്തേക്ക് സാറ് ഇപ്പം ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഞാൻ 2 പരാതി കൊടുത്ത്, ഒരു പൊതുജനം എന്നുള്ള രീതിയിൽ 2 പരാതിക്ക് ഒരു മറുപടി തരികയോ അല്ലെങ്കിൽ ഈ പ്രസവിച്ച് ഓരോ ആൾക്കാർ പോയി സാറ് പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഓരോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും വണ്ടി തടഞ്ഞിട്ട് ഒരു കേസും ഇല്ലെന്ന്. അപ്പം നാളെ തൊട്ട് ഞാനായാലും ഇപ്പം നിങ്ങൾക്കായാലും പോയി വണ്ടി തടയാമെന്നുള്ള അവസ്ഥയായി. അതിനുശേഷം ഈ കേസിന് ശേഷം ഒത്തിരി പേര് വണ്ടി തടഞ്ഞ പ്രശ്നങ്ങളുണ്ടായി. അത് റോൾ മോഡലായിട്ട് ഈ മേയറാണ് കാണിച്ചു കൊടുത്തത്. അത് ഉടനടി കേസുണ്ടായല്ലോ. അത് കേസുണ്ടാവും. ഇതിപ്പോൾ മേളിൽ ഇരിക്കുന്ന ആരൊക്കെയാണോ ഇപ്പോഴത്തെ ഭരണ സംവിധാനം എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അല്ല, നമ്മൾ ഈ ഗണേഷ് കുമാറിനെ ഗതാഗത വകുപ്പ് മന്ത്രി പക്ഷേ വെറും പൊയ്മുഖങ്ങളാണ്. അത് തന്നെ ഫേസ്ബുക്കിൽ ഇതിലെ കാണുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആള് മനസ്സിലായില്ലേ? അത് മനസ്സിലായി. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഞാനാണോ പാവം, മേയറാണോ പാവം എന്ന് എനിക്കറിയാം. അതിപ്പോ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ നമ്മൾ പ്രതീക്ഷിച്ച ഗണേഷ് കുമാർ ജീവിക്കാനുള്ള നിവൃത്തിയില്ലാതെ ഇവരൊക്കെ ജീവിച്ചിട്ട് ഇവരൊക്കെ എത്ര ഉണ്ടാക്കിയാലും ഓരോ കേസായിട്ട് വരും. ദൈവം എന്ന് പറയണത് ഇപ്പം അതിന് ശേഷം എന്തെല്ലാം വന്നു ഇനിയും വരാൻ കിടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസമായിട്ട് ജോലിക്ക് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യാതെ ഇരുന്നിട്ട് ഇവർക്ക് എന്താണ് ഉപയോഗം എന്നാണ്. ബാക്കിയുള്ളത് കേസിൻ്റെ വഴിയെ നടക്കട്ടെ. ഞാൻ തെറ്റുകാരനാണെങ്കിൽ അവർ പറഞ്ഞു വിട്ടിട്ട് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവർ തെറ്റുകാരാണെന്ന് സ്വയം അവരെ വാശി കാണിക്കും തോറും അവർക്ക് നഷ്ടങ്ങളെ സംഭവിക്കുള്ളൂ. വാശി കാണിക്കും തോറും ഈ വാശിയൊക്കെ എന്തിനാണ്? അടുത്ത പ്രാവശ്യം എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ നിൽക്കണം അങ്ങനെ ഒരു ഇതുമില്ല. ഇവർക്കൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് ജനങ്ങളെ സേവിക്കേണ്ട ജനങ്ങളെ ദ്രോഹിക്കുകയാണ്, ഈ പദവി ഉറപ്പാണല്ലോ. അവരിപ്പോൾ അടുത്ത പ്രാവശ്യം നിയമത്തെ ഇലക്ഷന് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അപ്പൊ അറിയാലോ കാര്യങ്ങൾ. ഞാൻ സ്വതന്ത്രനായിട്ട് നിൽക്കണം എന്നുള്ളത് അത് എന്ത് പറയാനാണ്? ഇവരെടുത്ത് മത്സരിക്കാനുള്ള പവർ വേണ്ട, നിങ്ങൾക്കത് മത്സരിക്കാം. പവർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ അത് അനുസരിച്ച് പോയി. നിങ്ങൾ നിയമകാരനാണ്, നിങ്ങൾക്ക് നിയമത്തിൽ മത്സരിക്കാമല്ലോ സ്വതന്ത്രനായിട്ട്. കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, ഇവിടെ ഉള്ള ആൾക്കാർ എന്തായാലും നമ്മൾ അന്ന് തന്നെ എല്ലാവരുടെ അടുത്ത് ചോദിച്ചല്ലോ, പൊതുജനങ്ങളുടെ അടുത്ത് ചോദിച്ചല്ലോ, എല്ലാവരും പറഞ്ഞ അഭിപ്രായം കേട്ടല്ലോ. അതെ, നമ്മളാരും ദ്രോഹിക്കാൻ പോയിട്ടില്ല. എല്ലാവരും ഏത് ചാട്ടാ മാമ എന്ന് വിളിച്ച് എല്ലാവരുമായിട്ട് കമ്പനിയാണ്. ഞാൻ ഈ സ്ത്രീകളുടെ അടുത്തുള്ള അയൽവക്കക്കാരുടെ ഇവിടെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, പാർട്ടി പ്രവർത്തകനാണ്. ഗ്ലാസ് ഇവിടെ പ്രാവശ്യമ്പലത്തെ ഇവിടെ കടയിട്ടേക്കാണ്, ഗ്ലാസ് കട. ആ ചേട്ടൻ എന്നെക്കുറിച്ച് പാർട്ടിയിൽ പോയി, ആ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഒരാൾ പറഞ്ഞതാണ്. പാർട്ടിയിൽ ഇവിടെ നിന്ന് ഈ നിയമത്തിൽ നിന്ന് പാർട്ടിയിലുള്ള ഒരാൾ അങ്ങ് വിളിച്ച് പറഞ്ഞു, മെയിൻ സ്ഥലത്ത് വിളിച്ച് പറഞ്ഞു, അവൻ പെണ്ണുപിടിയനാണ്, അവൻ ഇങ്ങനെയാണ്, സ്ത്രീകളെ ഇതൊക്കെ ഓരോന്നത് കാണിക്കുന്ന ആളാണ്, സ്ത്രീകളെ ഡ്രസ്സ് എടുത്തുകൊണ്ട് പോകും, ഈ സ്ത്രീകളെ അണ്ടർ ഗാർമെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് വരുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് പോയ വാർത്തയാണ്. അതായത് എൻ്റെ ചേട്ടനാണ്, എൻ്റെ ഒരു ബന്ധുവാണ്, അച്ഛൻ്റെ കുടുംബത്തിലുള്ളതാണ്.
ആ ചേട്ടൻ്റെ മോളെൻ്റെ കൂടെ നല്ല സംസാരമായിരുന്നു, ഭാര്യ എൻ്റെ അടുത്ത് മിണ്ടും, ആ ചേട്ടൻ മിണ്ടുമായിരുന്നു. ഇപ്പോൾ എന്നെ ചെറിഞ്ഞ് നോക്കിക്കൊണ്ടൊക്കെ പോകണതാണ്. ഇപ്പം ഞാൻ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുമെന്ന്. നമ്മളെക്കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ്റെ വൈഫോ ഭാര്യയോ ആയിട്ട് ഞാൻ മോശമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ പെരുമാറിയിട്ടോ അവരൊക്കെ എൻ്റെ അടുത്ത് ഇപ്പോഴും മക്കളെന്ന് വിളിച്ച് സംസാരിക്കുകയും ചെയ്യുമോ. പക്ഷേ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അതിനായിട്ട് വിഷമമുണ്ട്, അതിൻ്റെ അകത്ത് ദേഷ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വോട്ടിൽ രേഖപ്പെടുത്തും, ഇലക്ഷനിൽ രേഖപ്പെടുത്തും. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മത്സരിച്ചാലും ഇവിടുത്തെ ജനങ്ങൾ ഈ നിയമപ്രദേശത്തുള്ള ആൾക്കാർക്ക് അറിയാം എന്തെന്ന് വെച്ചാൽ എന്താണെന്നുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഓരോ വോട്ട് കൊടുത്തിട്ട് ഇവരൊക്കെ എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഇവിടെ വന്നിട്ട് എല്ലാം ചെയ്ത് തലയാട്ടി ടാറ്റയൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ ഇവിടെ ശിവൻകുട്ടി സാർ വന്നതാണ്. വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ചു. ആ പ്രാവശ്യം നമ്മൾ 5 വോട്ടും അവർക്ക് ഇവിടെ നിന്ന് കൊടുത്തതാണ്. 5 വോട്ട് ഉണ്ടായിരുന്നു. 5 വോട്ടും കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ആലോചിച്ച് നോക്കി. ശിവൻകുട്ടി സാർ ഈ വീട്ടിൽ വന്നതാണ്. നിങ്ങൾക്കിപ്പം സാറിന് ഓർമ്മയുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ഇവിടെ വീട്ടിൽ ചിലപ്പോൾ ഓർമ്മ ഇനി കാണത്തില്ല. അല്ല, എൻ്റെ വീട്ടിൽ വന്നതാണ്. എൻ്റെ ചേട്ടന് അതിൻ്റെ വലിയ മാമീരെ മോനൊക്കെ സതീശൻ ചേട്ടനൊക്കെ സാറിൻ്റെ അഡീഷണൽ PA ഒക്കെ ആയിരുന്നു. സുഭാഷ് നഗറിലാണ് താമസിക്കുന്നത്. ചേട്ടനെ കണ്ട് ഞാൻ ഈ വിഷയം നടക്കുമ്പോഴും ചേട്ടനെ വിളിക്കുകയാണ്. കൂടുതൽ പ്രശ്നമാവാതിരിക്കാൻ ചേട്ടനെ വിളിക്കണം. അന്ന് ഫോൺ എടുക്കാൻ ആർക്കും സൗകര്യമില്ല. അവരൊക്കെ എല്ലാവരും പാർട്ടിക്കാരെല്ലാം ഒരു ഒറ്റക്കെട്ടാണ്. ഒറ്റക്കെട്ടായാലും ന്യായത്തിന്റെ രീതി നിൽക്കുക. നിങ്ങളെ കൂടെ സംസാരിക്കുമ്പോൾ പാർട്ടിക്ക് ഒരു കേട് പറ്റുന്ന രീതിയിൽ അവരെന്തായാലും അത് പ്രവർത്തിക്കും തോന്നുന്നു പോലും. അങ്ങനെയൊന്നുമില്ല. തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ തെറ്റ് സമ്മതിച്ച് തിരുത്താനുള്ള ഒരു മനസ്സ് വേണം. എന്നാൽ നേതാക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എന്നുവെച്ചാൽ നമ്മളൊരു തെറ്റ് ഈ ഉമ്മൻചാണ്ടി സാറൊക്കെ എന്തിനായിരുന്നു, നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ഷമ ചോദിക്കുക. ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സേവകരാണ്. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തതാണ് ശരി, നിങ്ങൾ ചെയ്തത് തെറ്റെന്നാണ് അവർ പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ജനസേവകരെന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ മെക്കിട്ട് കയറുകയല്ല. ജനങ്ങളെ സേവിക്കുക, ജനങ്ങളെ ദ്രോഹിക്കുകയല്ല. ജനങ്ങളെ എന്താണ് ജനങ്ങളെ കുറവുകളും എല്ലാവരും കൂടെ ജനങ്ങളെ കൂടെ നിൽക്കേണ്ടതാണ് നേതാക്കളെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു പറ്റ ആളുകളെ എല്ലാവരെയും കൂടെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ അതേ ഒറ്റക്കെട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു ആൾ വേണം, നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ. അതിനാണ് ഈ നേതാക്കന്മാരൊക്കെ സെലക്ട് ചെയ്യുന്നത് തന്നെ. മനസ്സിലായി. അപ്പോൾ നമ്മളെ ദ്രോഹിക്കാനല്ല. ഇപ്പം മേയറെന്ന് പറഞ്ഞാൽ ആ വ്യക്തി എന്ന് പറഞ്ഞാൽ എന്നെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം മേയറാണ്. പക്ഷേ എനിക്ക് അന്നത്തെ രാത്രിയിലെ ഈ ഉറക്കവും ക്ഷീണമൊക്കെ വണ്ടി ഓടിച്ചവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ഇത്രയും ലോങ് ഓടി വരുന്ന വണ്ടിയാണ്. അതിപ്പോൾ വണ്ടി കൊണ്ടുവന്നത് നേരെ കുറുക്കെ വെച്ചിട്ട്, അത് കുറുക്കെ വെച്ചതല്ല. എനിക്ക് സഹോദരിയുണ്ട്, സഹോദരമുണ്ട്. ഓരോ ആൾക്കാർ ചാനലിൽ വന്നെന്ന് പറയണേ, ഇവൻ ഇത് കാണിച്ചു തന്നെ, അവനെ അടി പറ്റിക്കണം, ഇവനെ ഇടി കൊടുക്കണം, ഇവനെ അത് ചെയ്യണമെന്ന് പറയണേ. എനിക്ക് സഹോദരിയുണ്ട്. പക്ഷേ ആംഗ്യ വിക്ഷേപണം കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബസ്സിൽ ഇരുന്ന് എന്ത് ആംഗ്യ വിക്ഷേപണമാണ് കാണിക്കേണ്ടത്? അല്ലെങ്കിൽ പറയുന്നവർക്കറിയാമല്ലോ. എൻ്റെ ബസ്സിൽ യാത്ര ചെയ്ത മേയറാണെങ്കിൽ പറയാമായിരുന്നു, ബസ്സിൽ യാത്ര ചെയ്തപ്പോഴാണ് സംഭവിച്ചത്. മറ്റൊരു കാറിൽ പോകുന്ന ബാക്ക് സീറ്റിൽ ഇരുന്ന ഒരാളെന്ന് പറയുന്നു. ബാക്ക് സീറ്റിലാണ് മേയർ ഇരുന്നത്. മേയർ കാറ് പോലും ഓടിച്ചതല്ല. നമ്മൾ കൂടി വന്നാൽ ഡ്രൈവറിൻ്റെ അടുത്ത് ചോദിക്കും, എന്താടേ കാണിക്കണമെന്ന് ചോദിക്കും. ഞാൻ അപ്പോഴും ചോദിക്കണേ എന്തുവാണ് കാണിക്കണേന്ന്. ഇങ്ങനെ ചോദിച്ചതാണ് ആംഗ്യ വിക്ഷേപണം. ചുമ്മാ ഒരു സഹോദരൻ കറക്റ്റായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി. പല ആളുകളും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് സഹോദരൻ റിമാൻഡിലാവുമെന്ന് മേയറിന് അറിയായിരുന്നു. അത് ഉറപ്പാണ്. വണ്ടി സീബ്ര ക്രോസിൽ കൊണ്ടിട്ടിട്ട് മേയറായാലും ആരായാലും മേയറിന് ഒരു കാര്യം ചെയ്യുന്നത്, ഞാൻ അങ്ങനെ വല്ല കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാം. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം തന്നെ. തീർച്ചയായും ഇവർ ചെയ്തത് എന്തുകൊണ്ട് PMGയിൽ വെച്ച് വണ്ടി തടഞ്ഞില്ല? വണ്ടി ഈ ബസ് PMGയിൽ നിർത്തിയാണല്ലോ. PMGയിലും താഴെ അവിടെയൊന്നും വെച്ചത് പട്ടം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തടയാത്തത് 1 വേ കയറി ഞാനാണ് ഫസ്റ്റ് വന്നത്. പിന്നെ എൻ്റെ ബാക്കി വരുന്ന കാരണം ഞാൻ എങ്ങനെ ആംഗ്യ വിക്ഷേപണം കാണിച്ചെന്നാണ് പറയുന്നത്. അവർക്ക് എന്തെങ്കിലും പറയണമല്ലോ. അത് സംഭവം അവരെ കയ്യിൽ നിന്ന് പോയി കൊണ്ട് തടഞ്ഞു. ഇവർക്ക് PMGയിൽ വെച്ച് വണ്ടി ഒതുക്കാൻ പറഞ്ഞ് അവിടെ ഒതുക്കി നിർത്തി. എൻ്റെ അടുത്ത് നിന്ന് ഒതുക്കാൻ പറഞ്ഞാൽ ഒതുക്കും. സൈഡിൽ വന്നിട്ട് ഒതുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കും. അതിപ്പോൾ മേയർ ആവണമെന്നില്ല. ഏതൊരാളായാലും വണ്ടി തട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ വണ്ടി മുട്ടുപറ്റിയിട്ടുണ്ടോ? ഇവിടെ വണ്ടി മുട്ടുപറ്റി ഒരാൾ വണ്ടി റിവേഴ്സ് എടുത്തപ്പോഴത്തേക്ക് ബാക്ക് എടുത്തപ്പോൾ ഒരാൾ മരിച്ചു.
എന്തോ വണ്ടി ബാക്ക് എടുത്ത അനുസരിച്ച് ഒരു പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർ അവൻ്റെ ലൈസൻസ് 6 മാസം സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ അവൻ പിന്നെ ലൈസൻസ് റിന്യൂ ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ള അറിഞ്ഞൂടാ. ഇടിച്ച് കൊന്നില്ല, വണ്ടി തട്ടിയോ? പറയാനില്ല. ഇതുപോലുള്ള 10 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഗണേഷ് കുമാർ ഉൾപ്പെടെ തല താഴ്ത്തി പോവാനേ പറ്റത്തുള്ളൂ. ഞാൻ ഇപ്പം എനിക്ക് എന്തായാലും ഇത്രയും ദിവസം 4-5 മാസത്തിൽ ഞാൻ ഇവരെത്ര വെയിറ്റ് താമസിപ്പിക്കുന്നു അത് എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഞാനും ഒരു മനുഷ്യനാണ്. ഈ സമൂഹത്തിൽ ജീവിക്കുക അവരെ പോലെ തന്നെ അധികാരം എനിക്കുണ്ട്. എനിക്ക് നാണക്കേടും മാനക്കേടും ഉണ്ട്. എൻ്റെ പേരിൽ അപമര്യാദയായിട്ട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെ പേരിൽ ഞാൻ കേസ് കൊടുക്കുക തന്നെ ചെയ്യും. ഹൈക്കോടതിയല്ല ഏത് കോടതിയിൽ പോയാലും ഞാൻ ചെയ്യും. എൻ്റെ അടുത്ത് ഇത്രയും ആദ്യമേ ഇത് ഒന്ന് സോൾവ് ചെയ്ത് എങ്ങനെയെങ്കിലും സംസാരിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് മുന്നോട്ട് കൊണ്ടുപോകും തോറും ഞാൻ ഇത് ചെയ്തിരിക്കും. എന്തെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് അതിനൊരു ഇത് കിട്ടത്തുള്ളൂ. കാര്യം അവരുടെ ലക്ഷ്യം ഇലക്ഷൻ, അടുത്ത ഇലക്ഷൻ കഴിയണം. ഇലക്ഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞ് റിസൾട്ട് അഥവാ ഈ കേസ് ഞാൻ നിർത്തണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പാർട്ടിയാണ് അല്ലെങ്കിൽ മേയർ കൂട്ടരുമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് എനിക്ക് ജീവനുണ്ടെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. വേറെ ഈ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഞാൻ ഒരിക്കലും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ഞാൻ കുറച്ച് കാലം ഇവിടെ നമ്മുടെ ഈ ലോക്കലില്ലെങ്കിൽ പോലും ലോക്കലിൽ പല ആൾക്കാരും പറഞ്ഞു ഇവിടെ മെമ്പർഷിപ്പ് എടുക്കാനും കാര്യങ്ങളും പറഞ്ഞു. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ആ മെമ്പർഷിപ്പിൻ്റെ പേപ്പർ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ SFIയുടെ ആയാലും പാർട്ടി എൻ്റെ കൂടെ പഠിച്ച പയ്യന്മാരുടെ അടുത്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് എല്ലാ കാര്യത്തിനും ഉണ്ട്. നമുക്കങ്ങനെ പാർട്ടി ഞാൻ സംഘിയാണെങ്കിൽ ഇത് സംഘിയോ വേറെ ഏതെങ്കിലും പാർട്ടി ആണെങ്കിലോ ഇവർക്കത് തെളിയിക്കാം. ഞാൻ ഈ കൊടി പിടിച്ചതായാലും എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വോട്ടോ പോലും ഞാൻ ഇതില് സംഭവം എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ വേറൊരു പാർട്ടി ആണ് എന്നൊരു തെളിയിച്ചിട്ട് കാര്യമില്ല. ഇത് സംഭവം തെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്കത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത് പാർട്ടിക്കാർ അങ്ങനെ ഒരു പാർട്ടിയെ പറയുമ്പോൾ നീ മറ്റേ പാർട്ടി അല്ലടാ, നീ മറിച്ച പാർട്ടി അല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ മുന്നിൽ ആൾക്കാരെ മണ്ടന്മാരെന്നാണ് യുവമാരെ വിചാരം. എതിർത്ത് കഴിഞ്ഞാൽ ഇവർ പെണ്ണ് വിഷയത്തിലും അല്ലെങ്കിൽ അവരെ പ്രതിപക്ഷമായിട്ടുള്ള ഏത് പാർട്ടിയാണോ ആ പാർട്ടിക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് അത് പെണ്ണായാലും ആണായാലും അപമാനിക്കുക. അതായത് ഈ മേയർ ചെയ്തതെന്ന് വെച്ചാൽ മേയറെ ഇപ്പം ഞാൻ മോശം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജയിലിൻ്റെ അകത്ത് കിടക്കൂല്ലേ? കിടക്കും. അപ്പം എന്നെ കുറിച്ച് മോശം പറഞ്ഞ ഇവരെ പേരിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല? അപ്പം 2 നയം പാടില്ല. ജനാധിപത്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുന്നു, അതേപോലെ നിങ്ങൾക്ക് അനുഭവിക്കാം. ഈ ജനങ്ങൾക്ക് മൊത്തം വരാം. ജനങ്ങൾ മൊത്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. 2 ദിവസം ആമയുടെ തോട് ഞാൻ ഇപ്പോഴും ജോയി അണ്ണനെ കിട്ടിയ ആമയുടെ തോട് ക്ലീൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ അന്നത്തെ ദിവസത്തിൽ ക്ലീനിങ് മാത്രം നടന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇട്ടൊക്കെയാണ്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടുക, ഈ കള്ളത്തനം കാണിച്ചിട്ട് ദൈവത്തിന്റെ ഇത് കണ്ണേ കൂട്ടാൻ പറ്റൂല. നമുക്കിപ്പോൾ അതൊന്നും ദൈവത്തിന്റെ കാര്യം നമുക്ക് അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞു. പക്ഷേ ഇവരിപ്പം ഈ ഒരു 5 വർഷം ഭരിക്കും, അടുത്ത വർഷം പിടിക്കാൻ നോക്കും. അടുത്ത വർഷം എന്തായാലും തോക്കുമെന്ന് ഉറപ്പാണ്. ഞാനൊരു കാര്യം പറയട്ടെ, അടുത്ത ജനങ്ങളെ വിശ്വാസ്യത നഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് സ്വത്തിനും സമ്പത്തിനും ഒക്കെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട ജനങ്ങൾ അങ്ങനെയാണ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ. അതുകൊണ്ടല്ല ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നത് അടുത്ത ഇലക്ഷനിൽ ഈ കാണുന്ന VD സതീശ് സാറിനെ പോയി കണ്ട്, ആരൊക്കെ ശശി തരൂർ സാറിനെ പോയി കണ്ട് പേപ്പറൊക്കെ കൊടുത്തിട്ട് എല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ട് പോയത് തന്നെ. എല്ലാവരും എല്ലാ നേതാക്കള് പാർട്ടിക്കാരായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും എല്ലാവരെയും വീടുകളിൽ സുരേഷ് ഗോപി സാറിന് നേരിട്ട് പോയി കണ്ടില്ല. ഞാൻ വീട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞു, ഒരാൾ അവിടെ ഉണ്ടായിരുന്ന ആളെ കണ്ട് പറഞ്ഞു. സാറിനെ നേരിട്ട് പോയി കണ്ടില്ല. നേരിട്ട് പോയി കാണാതെ ഇവരല്ലെങ്കിൽ തന്നെ സംഘി എന്ന് പറയുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ സംഘിയാണെന്ന്. ഇവരെയൊക്കെ ഒന്നും കൂടെ ഒന്ന് പോയി കാണാൻ സതീശൻ സാറിനെ ഞാൻ കണ്ടതാണ്. ഞാൻ നേരിട്ട് കണ്ട് എൻ്റെ പേപ്പറും പരാതിയുടെ ഡീറ്റെയിൽ കൊടുത്തിട്ട് സാർ ആകെ VD സതീശൻ സാറ് ചോദിച്ചതെന്ന് വെച്ചാൽ ആകെ ചോദിച്ചത് സച്ചിൻ ദേവ് MLA അന്ന് നിയമസഭയുടെ യോഗത്തിൻ്റെ അന്ന് സംസാരിച്ചപ്പം ചോദിച്ചു, പാളയത്ത് ബസ് തടഞ്ഞ പോലെ അല്ല എന്ന ഒരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കളികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒത്തിരി കളികൾ. അത് മനസ്സിലായില്ല എന്താണ് ഉദ്ദേശിച്ചത്? പാളയത്ത് ബസ് തടഞ്ഞതുപോലെ അല്ല സച്ചിൻ ദേവ് MLAയുടെ അടുത്ത് VD സതീശൻ സാറ് ചോദിച്ചു. എന്തോ ഒരു സംസാരം വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളടുത്ത് പറഞ്ഞതാണോ?
അല്ല, അവിടെ നിയമസഭാ മന്ദിരത്തിലെ മനസ്സിലായി മന്ദിരത്തിൽ സമ്മേളനം നടക്കുമല്ലോ. അപ്പോഴ് മറ്റേ ബജറ്റ് അവതരണം മനസ്സിലായി. അപ്പോഴ് ചോദിച്ചു. അപ്പോഴും ഞാൻ എല്ലാ ഡീറ്റെയിലും കൊടുത്ത് ഞാൻ അകത്ത് നിൽക്കുകയാണ്. ഞാൻ ശശി ദേവ് MLA-യും കണ്ടു, ബാക്കി എല്ലാ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തും പറഞ്ഞിട്ടുണ്ട്. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ഞാൻ മെയിനായിട്ട് എല്ലാം കൊടുത്തതാണ്. പിന്നെ ശശി തരൂർ സാറിനെ നേരിട്ട് കണ്ട്, ഞാൻ കോടതി വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ. അപ്പോഴാണ് സാർ അറിയണത്. സാറിന് മുമ്പ് പേപ്പറുകൾ ഞാൻ കൊടുത്തതാണ്. എല്ലാവരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാർ തമ്മിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിൽ ഇടയിൽ ജനങ്ങൾ, ഈ പാർട്ടിയെ വിശ്വസിച്ചിരിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, ഇന്ന പാർട്ടി, ഞാൻ കോൺഗ്രസ്സാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്, ഞാൻ BJP ആണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ തമ്മിൽ അടികൂടുകയും ചെയ്യും. അകത്ത് നേതാക്കൾ തമ്മിൽ ഒത്തൊരുമയാണ്. അതെ. അപ്പോൾ ഞാൻ കാര്യം ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ നിങ്ങളെ കേസിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും പരാതി കൊടുത്തിട്ട് കോൺഗ്രസ്സുകാർ ഭരണത്തിലല്ലല്ലോ. ഭരണമായാലും പ്രതിപക്ഷം ഉണ്ടല്ലോ. പ്രതിപക്ഷം സ്ട്രോങ് അല്ലല്ലോ. ഒരു പൗരന് എനിക്ക് മാത്രം വന്നതുകൊണ്ട് ഞാൻ പോയി പരാതി പറഞ്ഞിട്ട് ഈ VD സതീശൻ സാറ് ഒരു പട്ടിക്ക് തുല്യം പോലും കണക്കാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളെ വോട്ട് കൊണ്ട് മാത്രം, വോട്ടിന് വേണ്ടിയിട്ട് മാത്രമുള്ള സ്നേഹമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ ഞാനിവിടെ കോൺഗ്രസ്സിലുള്ള ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത്രയും ദിവസമായിട്ട് എൻ്റെ കേസിൽ ഇതുവരെയ്ക്കും നിങ്ങളുടെ അവിടെ പരാതി കൊടുത്ത് ശശി തരൂരിന് കൊടുത്തു, VD സതീശൻ സാറിന് മറ്റേ ശശി തരൂർ നമ്മുടെ ഇവിടെ നിന്നില്ലേ MP ആയിരുന്നു, സാറിൻ്റെ കയ്യിൽ കൊടുത്തായിരുന്നു, VD സതീശൻ സാറിൻ്റെ കൊടുത്തു, എല്ലാം കൊടുത്തിട്ട് ഇതാണ് അവസ്ഥ. നമ്മുടെ അവസ്ഥ ഇതാണ്. അല്ല, അത് പ്രതിപക്ഷം ആയതുകൊണ്ടോ ഭരണപക്ഷത്ത് വരുമ്പോൾ. ഞാനൊരു കാര്യം പറയട്ടാ, പ്രതിപക്ഷമായാലും പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം എൻ്റെ ഒരു ജോലിയുടെ കേസ് പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റൂലെന്നാണ് പറഞ്ഞത്. പറ്റൂല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യൂണിയൻ ഉണ്ടല്ലോ, KSRTC അവർക്ക് യൂണിയൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരി തന്നെ, ഇതിൽ തെറ്റുകാരല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. ഇതിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അറിയാം കേട്ടോ, തെറ്റ് ചെയ്താൽ നല്ലവനും കുറ്റം ചെയ്യാത്തവരും ഇതാണ്. അതാണ് അവരുടെ പോളിസി. എത്ര തെറ്റ് ചെയ്യുന്നു പരാതി ചെയ്യുന്നതിന് അവരിറക്കി വിടും. അത് പൊതുവെ അങ്ങനെയാണ്. എന്താ തെറ്റ് ചെയ്ത് കൊലപാതകം ചെയ്യുന്ന ആൾക്കാരും ഈ പെണ്ണ് ഇടയ്ക്ക് ഒരു ചാനൽ ഏതോ പെണ്ണ് കേസിലുള്ള ഒരുത്തന്നെ, ബോസ്കോ കേസിലുള്ള ഒരാൾ വേദിയിലിരിക്കുന്ന ഫോട്ടോയൊക്കെ വന്നല്ലോ. അപ്പോൾ തെറ്റ് ചെയ്തവർ അത് പാർട്ടിയും പിടിപാടും, അതല്ലേ ഞാൻ പറയണേ, പാർട്ടിയും പിടിപാടും നിയമമൊക്കെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ഇപ്പോൾ അവിടെ എത്രയെല്ലാം കേസുകൾ, ജനങ്ങൾ വാർത്ത കേൾക്കണല്ലേ, ഞാൻ പറയേണ്ട കാര്യമില്ല. കവടിയാറുള്ള വിഷയം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് കേൾക്കുന്നതാണ്. അടുത്ത പ്രാവശ്യം അതുപോലെ ആര്യ രാജേന്ദ്രൻ നിയമത്തെ ഇലക്ഷനിൽ ഇവിടെ വോട്ട് ചോദിച്ച് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? ഇവിടെ വോട്ട് ചോദിച്ച് വരൂല അവർ. വോട്ട് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് അതറിയാം എന്താണ് മറുപടി പറയുന്നത്. അവര് വോട്ട് ചോദിച്ച് വന്നു കഴിഞ്ഞാൽ അടുത്തൊക്കെ വീടുണ്ടല്ലോ, അപ്പൊ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അവർ കൊടുത്തിട്ട് പോകും. അല്ലാതെ വോട്ട് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് മറുപടിയുണ്ട്, അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്, മറുപടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നമ്മളെ ദ്രോഹിച്ചിട്ട് ഇവിടെ കയറി വരാനുള്ള ധൈര്യം കാണിക്കുന്നത് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ പിന്നെ വരുന്ന ആൾക്കാർ, എൻ്റെ വീട്ടുകാരായാലും വരുന്ന ആൾക്കാർ അങ്ങ് അപമാനിച്ച് വിടുന്ന സിസ്റ്റമും നമ്മളടുത്ത് ഇങ്ങനെ മോശമായിട്ട് പറയുന്ന സിസ്റ്റം എൻ്റെ കുടുംബത്തിലില്ല, കുടുംബക്കാർക്ക് ആർക്കും ഇല്ല. നമ്മുടെ എല്ലാ പാർട്ടിയിലും ഉണ്ട്, കോൺഗ്രസ്സിലുണ്ട്, BJPയിലുണ്ട്, കമ്മ്യൂണിസ്റ്റിലുണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, പാർട്ടി ബന്ധുക്കൾ തന്നെ ഉണ്ട്. എന്നും പറഞ്ഞിട്ട് നമ്മളെ കുടുംബത്തിൽ വന്നു കയറുന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു വിടണ അതല്ലേ ഞാൻ പറഞ്ഞത്. ശിവൻകുട്ടി സാർ ഇവിടെ വന്നായിരുന്നു, വീട്ടിൽ വന്നായിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ട്, വോട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വക്കീൽ ഇപ്പം എന്ത് പറയുന്നുണ്ട്? ഇപ്പോൾ കേസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നീക്കം വരുന്നുണ്ടോ? അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് വേണോ? ഒരിക്കലും മൂവ്മെന്റ് വരാൻ സാധ്യത. മൂവ്മെന്റ് വരാനെന്ന് വെച്ചാൽ ഇത്തിരി ലേറ്റാക്കുക. ഇവർ മാക്സിമം ഇതിൽ മേയർ എന്നുള്ള പദവിയിൽ മാക്സിമം നിൽക്കാനാണ് അവർ നോക്കുന്നത്. അവരിപ്പം മിണ്ടാതെ ഇരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും മീഡിയാസിൻ്റെ അടുത്ത് ഉത്തരം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ തെറ്റ് ചെയ്തെനിക്ക് ഒളിച്ചല്ലേ നിൽക്കണ്ടേ? അത് മേയർ ഇപ്പോൾ ചെയ്യുന്ന അതാണ്. ഒരേ മീഡിയാസിലും പോയിട്ട് മറ്റേ ഈ സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പറഞ്ഞു.
അപ്പോൾ എനിക്ക് അപ്പം ഈ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പക്ഷെ അത് ചീറ്റിപ്പോയി. പക്ഷെ അത് സ്ത്രീകൾക്ക് സപ്പോർട്ട് കിട്ടാൻ ചീറ്റിപ്പോയതെന്ന് വെച്ചാൽ വേറൊരു കാര്യം, വേറെ സോഷ്യൽ മീഡിയാസിലൊക്കെ ഇവർ ആ കോർപ്പറേഷൻ ഓഫീസിൽ മേയർ ഇത് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൻ്റെ അന്നേ എല്ലാവരും ഇത് പെടലിൽ കൂടെ ചവിട്ടിക്കൊണ്ട് പോയില്ലേ സ്ത്രീകളെ. അപ്പോൾ അത് പുറത്ത് വന്നപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതേ പറയാനുള്ളൂ, പറയുന്നതേ ചെയ്യാവുള്ളൂ. അല്ല ചെയ്യാൻ കഴിയില്ലെങ്കിൽ പറയാൻ പോകരുത്. അതെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ സ്ത്രീകളെ സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ജനങ്ങൾ എല്ലാ വാർത്തയും പണ്ടത്തെ പോലെയല്ല. ഇപ്പം എല്ലാ വാർത്തയിലും ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പാർട്ടിക്കാരെയും തരികിട പരിപാടിയും കാര്യങ്ങളും ഒന്നും നടക്കൂല. പക്ഷേ ഞാൻ പറയണമെന്ന് വെച്ചാൽ എനിക്ക് സപ്പോർട്ടില്ല, സത്യം പറയാമല്ലോ. ഞാൻ സംഘിയായിരുന്നെങ്കിൽ ഇവരൊന്നും ഇങ്ങനെ ഇട്ട് തട്ടൂലായിരുന്നു. ഞാൻ കോൺഗ്രസ് ആയിരുന്നെങ്കിലും ഈ കോൺഗ്രസ്സുകാരെങ്കിലും ഇടപെട്ടന്നെ. ഇപ്പൊ ആരും ഇടപെടാത്ത എന്തുകൊണ്ട്? സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോ പിടിപാടോ ഉണ്ടായിരിക്കണം. എങ്കിൽ എത്ര പെണ്ണ് പിടിച്ചാലും എത്ര പേരെ എന്ത് പെണ്ണ് പിടിച്ചാലും അല്ലെങ്കിൽ പണം തട്ടിപ്പ് നടത്തിയാലും സുഖമായിട്ട് ഇറങ്ങി വരാം. ഒരുത്തരെ കൊന്നിട്ടായാലും സുഖമായിട്ട് ഇറങ്ങി വരാം നമ്മുടെ പാർട്ടിയിലുണ്ടെങ്കിൽ. മനസ്സിലായ? ഇപ്പം ഇത് ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല, പെണ്ണ് പിടിച്ചിട്ടുമില്ല, പെണ്ണുങ്ങളെ ഓടി കിടന്ന് പിടിച്ചെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. പക്ഷേ പാവപ്പെട്ടവന് വേറൊരു നിയമമാണ്. സത്യം പറഞ്ഞാൽ പാവപ്പെട്ടവന് വേറൊരു നിയമം, പണക്കാരന് വേറൊരു നിയമം. അത് കബഡിയാറിലെ ഈ കേസിൽ തന്നെ മനസ്സിലായല്ലോ. ഞാനൊരു പാർട്ടിയല്ല പറയുന്നത്, പക്ഷേ എൻ്റെ അവസ്ഥ ഞാനൊരു പാർട്ടിയല്ല പറയണേ, എൻ്റെ അവസ്ഥയാണ് പറയണത്. എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ ദൈവം കാണുന്നുണ്ട്. ഞാൻ ദൈവവിശ്വാസിയാണ്, ആവശ്യത്തിന്, അനാവശ്യമായിട്ടില്ല, ആവശ്യത്തിന് ദൈവവിശ്വാസിയാണ്. പക്ഷെ ഞാൻ എന്നും കോവിലിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടല്ല, കൈ ഒടിഞ്ഞ് കിടക്കണം, അവന് സ്കൂളിൽ പോകാൻ പറ്റില്ല, പിന്നെ വീട്ടു ചിലവ്, അമ്മയ്ക്ക് ആശുപത്രിയായിരുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പുറമേ കാണുമ്പോഴത്തേക്ക് ഇത് വീടൊക്കെ കണ്ടല്ലോ, വീടൊക്കെ ഇരിക്കണ കാണുമ്പോഴത്തേക്ക് അയ്യോ അപ്പം ഭയങ്കര പണക്കാരനാണെന്ന് ചോദിക്കും. ഞാനും എൻ്റെ കൊച്ചിനും ഒന്നുമില്ല, ഇത് അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ കഴിയുകയാണ്. ആലോചിക്കൊന്നുമില്ല. അച്ഛൻ്റെയും അമ്മയുടെ ചിലവിൽ കഴിയുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ ചിലവിൽ കഴിയണ അച്ഛനെ അമ്മയ്ക്ക് തണലാവേണ്ട മോൻ അച്ഛൻ്റെ അമ്മയുടെ ഇതിൽ കഴിയുന്നെന്ന് വെച്ചാൽ ആലോചിച്ചോക്കി. 30-35 വയസ്സായ നിങ്ങൾ ജോലി ചെയ്ത് 5 പൈസ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമോ? അമ്മയുടെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ. ജോലി ചെയ്ത് ജീവിക്കണവന് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബസ്സിനിങ്ങനെ നടക്കുന്നവർക്ക് കുഴപ്പമില്ല. നമ്മൾ അധ്വാനിച്ച് നട്ടൽ വെള്ളമാക്കി ഈ KSRTC ബസ് ഓടിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്തെല്ലാം ബുദ്ധിമുട്ട് സഹിച്ചാണ് നമ്മൾ വണ്ടി ഓടിക്കണമെന്നുള്ളത്. എന്നിട്ട് മാന്യമായിട്ട് ശമ്പളം കിട്ടുമോ? അതുമില്ല. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം പെൻഡിങ് വന്ന ശമ്പളമൊക്കെ ഈ കേസോട് കൂടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് പിറ്റേ ദിവസം എല്ലാം ഫാസ്റ്റിൽ വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതെന്തിങ്ങനെ വന്നത്. അടുത്ത നാളെ ഒരു കേസ് ഞാൻ കൊടുത്താൽ ശമ്പളത്തിൻ്റെ കേസ് കൊടുത്താൽ എന്താവും എന്നുള്ളത്. പിന്നെ ഞാൻ 10 രൂപ 10,000 രൂപ തന്നതിൻ്റെ റെസിപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് പരാതി ഞാൻ കൊടുത്തേക്കായിരുന്നു. 10,000 രൂപ കൊടുത്തതുണ്ടല്ലോ, അതെന്തായാലും പുട്ടടിക്കാനുള്ളതല്ലല്ലോ, ഞാൻ കൊടുത്ത് തന്നെയല്ല കയറിയത്. അത് തെളിവുണ്ടല്ലോ, KSRTCയുടെ എല്ലാ തെളിവുകളും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇതാവാതെ വേറെ ജോലിക്ക് പോകൂല, അല്ലെങ്കിൽ ജോലിക്കാരില്ല. അങ്ങനെയാണല്ല. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാവരും പറയണത് നിനക്ക് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് നോക്കിയുടെ പൈസ കിട്ടുമ്പോൾ കിട്ടട്ടെന്നാണ് ഞാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ നിങ്ങൾക്ക് ആർക്കും അറിയാതെ KSRTC കുറേ ചട്ടക്കൂടുകളും ഈ സർക്കാരിന് കുറേ ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. KSRTCക്ക് പൊതുവെ നിയമങ്ങളുണ്ട്. നമ്മളിപ്പം ഇത് എഗ്രിമെൻ്റ് എഴുതി കൊടുത്ത് 10,000 രൂപ അടച്ച്, ഞാൻ അന്ന് റെസിപ്റ്റ് കാണിച്ചായിരുന്നു, 10,000 രൂപ അടച്ച് കയറി എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്താണ് വരുന്നത്. എന്നാൽ അവിടെ നിന്ന് ഒരു റെസിപ്റ്റ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. റെസിപ്റ്റ് കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് എഴുതി കൊടുത്തേക്കണേൻ്റെ എന്താണ്, വണ്ടി ഓട്ടിക്കുമ്പോൾ വല്ല തട്ടോ മുട്ടോ നാശനഷ്ടങ്ങളോ ഉണ്ടായാൽ ഈ 10,000 രൂപ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡെപ്പോസിറ്റ് ഇടുന്നത്. അപ്പോൾ ഇനി ഈ ഡെപ്പോസിറ്റ് ഇട്ടിട്ട് ഇവർ നാളെ ഒരു കാലത്ത് ഇന്ന സമയത്ത് ഓടിച്ചപ്പോൾ വണ്ടി ഇന്ന സമയത്ത് ഇടിച്ചിട്ട് ഇത്രയും പൈസയായി എന്നൊക്കെ പറഞ്ഞ് ഇവർ കള്ളക്കഥകൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും ഈ കേസിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു ഒന്നീ ജോലിയെന്ന് പറഞ്ഞു വിടണം. പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കേസ് കൊടുക്കാമല്ലോ. ഇത്രയും ദിവസം എനിക്ക് ജോലി നിരപരാധിയായിട്ടുള്ള എൻ്റെ ജോലിക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവർ ഇത് എടുത്താലും എന്നെ ഉപദ്രവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒന്നീ ഈ ബ്രേക്കില്ലാത്ത വണ്ടിയൊക്കെ അഴിച്ചു പറക്കി തരുമായിരിക്കും, അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ ഇവർ എന്തായാലും ചെയ്യും. സാറ് ഉൾപ്പെടെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ സാറ് ഇത്രയും ദിവസമായിട്ട് ജോലിക്ക് കയറ്റാത്തതുകൊണ്ട് എനിക്കതറിയാം. വണ്ടി പണി ചെയ്യുന്ന തൊഴിലാളിയുടെ കൂടെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ പറയണത്. ഞാൻ നമ്പർ
ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മന്ത്രി ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നടന്മാരെ വിഷയം വന്നിട്ട് സാറിന്റെ കേസ് മാത്രം ഒന്നും വന്നിട്ടില്ല. പ്രസ് മീറ്റിൽ വന്നിട്ട് അയ്യോ എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് അതാണ് പറയണത്. നമ്മൾ ആദ്യം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഈ 5 വിരൽ ഉള്ള എനിക്ക് 5 വിരലുണ്ട്. അപ്പം 4 വിരലുള്ളവൻ 5 വിരലുള്ളവൻ 5 വിരലുള്ളവൻ അല്ലെങ്കിൽ 6 വിരലുള്ളവൻ 1 വിരലുള്ളവൻ 5 വിരൽ മറ്റേ അപ്പോൾ എന്താ പണ്ടുള്ള ആൾക്കാർ പറയില്ല, അതായത് ഒരു വിരലും ഇല്ലാത്തവൻ 1 വിരലുള്ളവനെ കുറ്റം പറയും, വിരലില്ലാത്തവൻ കൈയില്ലാത്തവനെ കുറ്റം പറയും. അങ്ങനെ എന്തൊരു ചൊല്ല്. അങ്ങനെ അതാ എന്തോ പഴയ ചൊല്ലുണ്ട്. അതാണ് ഇവർ ചെയ്യുന്നത്. സത്യം പറയാ എന്നെ പറയാൻ വേണ്ടിയിട്ട് ഇവർ ആർക്കും അതിനുള്ള ഇതില്ല. ഇപ്പം പുരുഷന്മാരാകുമ്പോൾ പല തെറ്റുകളും ചെയ്ത് ചെറിയ പ്രായത്തിൽ അറിവില്ലാത്ത പ്രായത്തിൽ പല തെറ്റുകളും ചെയ്യും. അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് വെച്ചാൽ ഈ തെറ്റ് ചെയ്യാത്തവർ പണ്ട് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ളവർ കല്ലെറിയിട്ട്. ആരെങ്കിലും കല്ലെറിഞ്ഞാൽ ആരും എറിയാത്ത എന്തുകൊണ്ട്? അതാണ് കാര്യം. ഇവരൊക്കെ അങ്ങനെയാണ്. പണവും പദവിയും ഉണ്ടോ? ആ പ്രാവുച്ചമ്പലത്ത് നിങ്ങൾ വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ പ്രാവുച്ചമ്പലത്ത് ഒരു മെഡിക്കൽ സ്റ്റോറ് ഒരു കൂട്ടുകാരൻ്റെ വൈഫിനെ എന്തോ മോശം പറഞ്ഞെന്ന് പറഞ്ഞ് ഒരു ചാനലിൽ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ ഒരു ചാനലിൽ ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. മെമ്മറി കാർഡ് ഉൾപ്പെടെ എല്ലാ ക്ലിപ്പിങ്സും, എല്ലാ ചാനലിലും അപവാദം പറഞ്ഞത് എൻ്റെ കേസുകൾ പറഞ്ഞ എല്ലാ ക്ലിപ്പിങ്സും ഞാൻ എടുത്ത് കോർട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ സ്റ്റോർ ഇട്ടിരുന്ന ഒരു പയ്യനുണ്ട് പ്രാവുച്ചമ്പലം ജംഗ്ഷനിൽ. അവൻ പാർട്ടിക്കാരനാണ്, ആ പാർട്ടി അനുഭാവിയാണ്. അവനെ കഞ്ചാവ് കേസിൽ ഒരു MDMA കേസിൽ ഇത്രയും എമൗണ്ട് MDMA പിടിച്ചിട്ട് അവനെ വെറുതെ വിട്ടിരുന്നു. പത്രത്തിൽ കട്ടിങ് വരെ ഉണ്ട്. ഞാൻ പേപ്പർ അത് റിക്കവർ ചെയ്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഫോട്ടോ കോപ്പി ഉൾപ്പെടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മെഡിക്കൽ സ്റ്റോറും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ പേര് മാറ്റി, പേര് സഹിതമുണ്ട്. പക്ഷെ അവന് ഇപ്പോഴും പണി എന്താണ്, അവൻ വന്നിട്ട് മണൽ കച്ചവടവും മറ്റേ അതോ ലോകവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം പാർട്ടി ബേസിൽ ഞാൻ ഇറങ്ങി തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിക്കും. എന്നുവെച്ചാൽ എനിക്കൊന്നും നശിക്കാനില്ല, എനിക്കൊന്നും നശിപ്പിക്കല്ലേ. ഇവരെന്നെ കൊല്ലുക കൊല്ലണതിന് ഇവർ വരണ ഉത്തരവാദി. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നിനും പോവാറില്ല. എന്നെ ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ, എന്നെ മോശം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പോകും. ഇപ്പോൾ MDMA ഒക്കെ ഇത്ര ഗ്രാം എന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിടിഞ്ഞാൽ പോലും വെളിയിൽ ഇറങ്ങില്ല. എന്തുകൊണ്ട്? ഈ പയ്യൻ വെളിയിലിറങ്ങി ഇപ്പോൾ വിലസി നടക്കുകയാണ്. പാർട്ടി സ്വാധീനമുള്ളതുകൊണ്ട്. അതായത് പ്രാവശ്യപോലെ ജംഗ്ഷനിൽ ഇടത്തോട്ട് പോകുമ്പോഴത്തേക്ക് പാർട്ടിയുടെ ഇതുണ്ട്. പ്രാവശ്യപോലെ ഏരിയ കമ്മിറ്റിയുടെ CATയുടെ ഒക്കെ ഉണ്ട്. ആ ഓഫീസിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വീടാണ്. അത് അങ്ങോട്ട് പോകുമ്പോൾ അറിയാം, ഒരു മെഡിക്കൽ സ്റ്റോർ ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. പ്രാവശ്യപോലെ ജംഗ്ഷൻ കഴിഞ്ഞ് പള്ളിച്ചൽ പോകുന്ന വാക്കിന് ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ പേര് മാറ്റിയിരിക്കുന്നു. മെഡിക്കൽ സ്റ്റോറിന് വേറെ ഒരു പേരായിരുന്നു. പൊതുവേ ഞാൻ പറഞ്ഞ് ഒന്നും ഇത്രയും ആൾക്കാർ കാണുന്നതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അന്ന് എൻ്റെ പേര് അതിൽ വഴിച്ചിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് പറഞ്ഞ് ഞാനും ആ പയ്യനുമൊക്കെ ആ ഉന്തുന്നുള്ളൂ അടിയൊക്കെ ആയി ആ കേസിൽ. അപ്പോൾ അതുപോലും ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് പുറത്ത്. അത് ഉന്തും തള്ളുമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഉള്ള വിഷയമാണ്. അവൻ പാർട്ടിയുടെ ബലം വെച്ച് കളിച്ചു. എനിക്ക് പാർട്ടിയൊന്നും ഇല്ല. ഞാൻ എൻ്റെ അമ്മയും അച്ഛനെയും വിളിച്ച് പിടിച്ച് തള്ളിയപ്പോൾ ഞാനും തിരിച്ച് പിടിച്ച് തള്ളി. അങ്ങനെ കേസും വഴക്കുമൊക്കെ വഴക്കായി. പിന്നെ അവൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവന്ന് പരാതി കൊടുത്തപ്പോൾ ഇവരെ ആൾക്കാരും കൊണ്ടുവന്ന് പൈസ തന്നൊതുക്കി. ഒതുക്കിയെന്ന് വെച്ചാൽ ആ കേസ് ഞാൻ പിന്നെയും വണ്ടി ഓടാനുള്ളതാണ് അവിടെ. ഇവന്മാർ ആ ഒരു തരത്തിലാണ്. അപ്പം MDMAയും സിറിഞ്ച് ഉൾപ്പെടെ ഇത്രയും സാധനങ്ങൾ കണ്ടെത്തിയിട്ട് അവനെ നെയ്യാറ്റിൻകര ജയിലിൽ എന്തോണം കൊണ്ടുപോയി. എക്സൈസുകാരാണ് പിടിച്ചത്. ആ മെഡിക്കൽ സ്റ്റോറിൽ അത് കച്ചവടമായിരുന്നു. മെഡിക്കൽ സ്റ്റോറ് പൂട്ടിച്ചിട്ട് അത് ഒരു മാസത്തിനകത്ത് അത് തുറന്ന് ഇവൻ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങുകയും ചെയ്തു. അത് എങ്ങനെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. MDMA ഒക്കെ ഓരോ പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാരൊക്കെ MDMA ഒക്കെ ഓരോന്നും വിറ്റാലോ അല്ലെങ്കിൽ എടുത്താലോ ഇവരൊക്കെ ജയിലിടിഞ്ഞാൽ പോലും വെളിയിൽ ഇറങ്ങൂല. അങ്ങനെയുള്ള കേസ് പോലും ഇന്നലെ ഞാൻ ഇവിടെ വെള്ളാടി ജംഗ്ഷനിൽ വെച്ച് കണ്ട് ഒരു പയ്യൻ്റെ ബൈക്കിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ഇരുന്ന് പോകണം. ആ പയ്യനും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, കമ്മലൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ ബ്രൗൺ ചെയ്ത് മറ്റേ മണലടിയാണ്. മനസ്സിലായോ? ലോറിയിൽ മണലൊക്കെ, അതായത് അനധികൃതമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കാവാം. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറ്റമാണ്. അവർക്ക് പാർട്ടി പിടിപാടുണ്ട്, ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പിടിപാടുണ്ട്. അതിപ്പോഴും മെഡിക്കൽ സ്റ്റോറുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നോക്കിയാൽ മതി, ലെഫ്റ്റ് സൈഡിൽ ഇടത് സൈഡിൽ തന്നെ. അത് നേരത്തെ വേറൊരു പേരായിരുന്നു, ഇപ്പോൾ വേറൊരു പേരാണ്. ലൈസൻസൊക്കെ റദ്ദ് ചെയ്തെങ്കിലും വേറെ ആരോ അവൻ്റെ പേരിൽ നടത്തുകയാണ്. അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ. പക്കാ പാർട്ടിക്കാരനാണ്. അവൻ്റെ അച്ഛനൊക്കെ പേര് കേട്ട പാർട്ടിക്കാരനാണ്.
2-3 അത് വിശദമായിട്ട് പ്രാവശ്യമ്പലത്ത് പോയി ജംഗ്ഷനിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ കവർ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ ഞാൻ ആരെയും ഉപദ്രവിക്കുക ഇതുവരേക്കായിട്ട് ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല ഈ കേസ്. പക്ഷേ ഈ കേസ് എൻ്റെ പേര് ചാനലിൽ വലിച്ചിട്ടുകൊണ്ട് മാത്രം പറഞ്ഞതന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഫോട്ടോ സഹിതം എടുത്തു തരാം. പത്ര കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. മെമ്മറി കാർഡ് പെൻ ഡ്രൈവിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ചാനലിലും അന്നത്തെ പണ്ട് ആ ചാനലിൽ പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് കത്തി നിന്ന സംഭവമില്ലേ യദു എന്ന് പറഞ്ഞ വിഷയം, യദു അത് കാണിച്ചു ഇത് കാണിച്ചു അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു, അത് മൊത്തം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ലിങ്ക് സഹിതം എടുത്ത് വെച്ചിട്ടുണ്ട്. ACV ന്യൂസിലുണ്ട്. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, പൊളിറ്റിക്സ് കേരള ഉണ്ടായിരുന്നു. അതിൽ കുറേ ആൾക്കാർ യദു, പിന്നെ SV എന്ന് പറഞ്ഞാൽ ഞരമ്പ യദു എന്ന് പറഞ്ഞിട്ട് ഒരുത്ത മീശയില്ലാത്ത ഒരു ഊശാന്താടി വെച്ച ഒരുത്ത, അവൻ കുറേ ഇങ്ങനെ പറഞ്ഞ അവനെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അത് തന്നെ ബഹുമാനം കൊടുക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ കാര്യങ്ങൾ അറിയാതെ വന്ന് സംസാരിക്കുന്നവന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുള്ളൂ. എന്ന് വെച്ചാൽ അവന് ബാക്കിയുള്ള കാര്യത്തിലൊന്നും പറയാനില്ല. ഇതൊക്കെ എങ്കിൽ അവൻ വാർത്ത കേൾക്കാത്തത് ഭയങ്കര മറ്റേ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇതൊന്നും തെറ്റല്ലേ. ബാക്കിയുള്ളവന്മാർ പെണ്ണ് പിടിക്കുമ്പോഴൊന്നും അത് പെണ്ണ് പിടിക്കുന്നുമില്ല. ഇതുമായിട്ട് മുന്നോട്ട് തന്നെ ഒരു ഞാൻ പോകും. എന്തെന്ന് വെച്ചാൽ എന്നെ അത്രയ്ക്ക് മാത്രം ഇവർ കുറേ ആൾക്കാർ ചാനൽ വഴിയൊക്കെ നാണം കെടുത്തി. എന്നെ നാണം കെടുത്തി. എനിക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. കേസും പരാതിയും ആണുങ്ങളാവുമ്പോഴത്തേക്ക് ഇങ്ങനെ പരാതികളൊക്കെ വരും, സ്വാഭാവികമാണ്. അത് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയതാണ്. അതിനുശേഷം ഇത്രയും വർഷം ഞാൻ ജീവിച്ചു. 20, 22, 18 വയസ്സിലൊക്കെ പറ്റിയ കാര്യങ്ങളാണ് ഇവർ വിളിച്ച് കൂവുന്നത്. തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ലെന്ന് ഞാൻ പറഞ്ഞ അതാണ്. എൻ്റെ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഞാൻ അത് തിരുത്തിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഇല്ല ഞാൻ മറ്റവനാണ് നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഭാഗത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇപ്പോൾ കള്ളനായ ഒരു പ്രാവശ്യം കള്ളനായതുകൊണ്ട് നിരന്തരം അവൻ കള്ളനാവണമെന്നുണ്ടോ? അവന് തിരുത്താനുള്ള ഇത് സ്പേസ് കൊടുക്കണ്ടേ? അപ്പോൾ ഇവർ അതിനെ പിന്നെയും മുറിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയൊരു മുറിവിനെ വലിയ മുറിവാക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ ദ്രോഹിക്കും തോറും ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഞാൻ സത്യത്തിൻ്റെ കൂടെ ന്യായത്തിൻ്റെ കൂടെ പോകുള്ളൂ. ഞാൻ ഇനി ആര് സോൾവിങ് വന്നാലും എന്തൊരു വന്നാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ നീതിപൂർവമായിട്ട് പോകും. ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വരെ ഇപ്പോൾ ആളുണ്ട്. ഇപ്പോൾ ആളെന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പാവം. ഉടനടി ഒരു തീരുമാനം വേണ്ടേ? നിങ്ങളെ കേസിന് ഉടനടി ഒരു തീരുമാനം വേണ്ട. അതാണ് നീണ്ടു പോയിട്ട് കാര്യമില്ല. സന്മനസ്സുള്ള കുറച്ച് ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സന്മനസ്സുള്ള ആൾക്കാർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതിയിലോട്ട് പോവേണ്ടി വന്നാൽ പോണം. അതിനൊരു കുറച്ച് നിയമവശങ്ങളുണ്ട്. സുപ്രീം കോടതി നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെല്ലാം, അങ്ങനെ എന്തോ ഉണ്ട്. അതിനെ കുറിച്ച് അതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് പിന്നെ എന്നെ കുറെ ഇവിടെ വെള്ളാനി ജംഗ്ഷനിൽ പാർട്ടിയിലുള്ള തന്നെ നമ്മുടെ പാർട്ടിയിലൊക്കെ ഉള്ള ആൾക്കാർ തന്നെ കാരണം നിന്നെ ബാക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേറെ ആരോ ഉണ്ട്, ഏതോ പാർട്ടിക്കാരുണ്ട്, മനഃപൂർവ്വം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു ചെയ്തുമില്ല. അണ്ണ എന്നെ ഡെയിലി കാണണയാണ്, പാർട്ടിക്കാരനാണ്, ഡെയിലി കാണണം. അണ്ണനെ വല്ല എന്നെ കണ്ടിട്ട് എന്നെ ആരെങ്കിലും വണ്ടി കൊണ്ടാക്കുന്നുണ്ടോ? കുറേ പൈസ ഉണ്ടോ എൻ്റെ കയ്യിൽ? ഞാൻ പണ്ട് കിടക്കും പോലെ തന്നെ ഇപ്പോഴും നടക്കുന്ന അണ്ണന് എന്നതിൽ വല്ല മാറ്റമുണ്ടോ? എൻ്റെ സംസാരത്തിലല്ലോ ഞാൻ വല്ല അഹങ്കാരം വല്ല കാണിക്കുന്നുണ്ടോ പൈസ ഉണ്ടെന്നുള്ള രീതിയിൽ? ഞാൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്ര കിടന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ പാവപ്പെട്ടവനായിരുന്നാൽ ഒരു വിലയില്ല. പണവും സ്വാധീനവും പിടിപാടും ഒക്കെ ഉണ്ടെങ്കിൽ പാർട്ടി പിടിപാടുണ്ടെങ്കിൽ നടക്കും കാര്യങ്ങൾ.